മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇന്നത്തെ ദിവസമാണ് വളരെ ഗൗരവകരമായിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ എന്ന തരത്തിൽ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതുവരെ മധ്യസ്ഥ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവര കാര്യങ്ങളൊന്നും ഇറാന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പൊടുന്നനെ ഒരു മാറ്റമുണ്ടായി. പാകിസ്ഥാനിൽ എത്തിയ ശേഷം ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു രൂപം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം പുറപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വളരെ പ്രധാനമായിരിക്കുന്ന ചർച്ച നാളെ ആരംഭിക്കും എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇതിനിടയിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ചുരുക്കത്തിൽ നോക്കാം. അഥവാ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ കൃത്യതയോടുകൂടി ചില വിവരങ്ങൾ നൽകി. അത് ഞങ്ങളുടെ ജീവവായുവാണ്. രണ്ട് കാര്യമാണ് ഈ യുദ്ധത്തിൽ ഇറാനെ വിജയിപ്പിച്ചത്, ഇറാൻ പിടിച്ചു നിൽക്കുന്നത്, ഇറാൻ ഇനിയും പിടിച്ചു നിൽക്കാനുള്ളത്. അതിലൊന്ന് സമ്പുഷ്ട യുറേനിയമാണ്, രണ്ടാമത്തത് ഹോർമുസ് കടലാണ്. ഹോർമുസ് കടൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കടലൊന്നല്ല. ആ കടൽ രൂപകൽപ്പന ചെയ്തതിന് ശേഷം, അഥവാ പ്രപഞ്ചമുണ്ടായതിൻ്റെ അന്ന് തന്നെ ഈ കടലുണ്ട്. ആ കടലെടുക്കൽ ഇന്ന് വരെ ട്രോള് കൊടുത്തുകൊണ്ട് ഒരു കപ്പലും പോകേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ല. അത്തരമൊരു സാഹചര്യങ്ങളിലൂടെ ഉണ്ടായത് അമേരിക്കയുടെ വിഡ്ഢിത്തപരമായിരിക്കുന്ന ഇടപെടൽ മൂലമാണ്. ലോകം മുഴുവൻ ആ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു. ലോകാടിസ്ഥാനത്തിൽ പെട്രോൾ ഉൽപ്പന്നത്തിൻ്റെയും ഭക്ഷ്യധാന്യങ്ങളുടെയും മറ്റ് അത്യാവശ്യ വസ്തുക്കളുടെ എല്ലാം പണത്തിന് വലിയ രീതിയിലുള്ള കൂടുതൽ വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, പല രാജ്യങ്ങളിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ കടുത്ത പ്രയാസത്തിലേക്ക് പോകുന്നതെന്ന് മാത്രമല്ല, ഇതിൻ്റെ ദുരന്തങ്ങളും പ്രയാസങ്ങളും അമേരിക്ക അനുഭവിക്കുക. അമേരിക്കയുടെ രാജ്യത്ത് ഇപ്പോൾ പെട്രോളിന് വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മേഖല, ഹോർമുസ് കടൽ മേഖല സ്വതന്ത്ര പാതയാക്കാൻ വേണ്ടിയിട്ട് വന്ന അമേരിക്ക പിന്നീട് പറഞ്ഞത് ഈ പാത ഞങ്ങൾ അടക്കുകയാണ് എന്നുള്ളതാണ്. ഹോർമുസ് കടലിലേക്കോ അവിടെ തിരിച്ചു പോരുന്ന ഒരു കപ്പലിനെയും തങ്ങൾ തുറന്നു വിടില്ല എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ കൂടിയാണ് ഉണ്ടായത്. അപ്പോൾ സമാധാനമല്ല ആവശ്യം, പകരം കീഴടക്കലും പരാജയപ്പെടുത്തലും ആധിപത്യം ഉണ്ടാക്കലുമാണ്. അത് ഇറാൻ വകവെച്ച് കൊടുക്കുകയില്ല. അങ്ങനെ ചരിത്രം ഇറാനില്ല. ഇറാനെക്കുറിച്ച് 2025 നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിരിക്കുന്ന ശക്തമായിരിക്കുന്ന തിരിച്ചടിയിൽ കൃത്യതയോടുകൂടി തങ്ങളുടെ കൈവശത്തിൽ ഇന്ന ആയുധങ്ങളുണ്ട്, അത് ശക്തിയുള്ളതാണ്, സംവിധാനമുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ അമേരിക്ക പരാജയപ്പെട്ടു. അതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാനിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന്, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട് അത് അമേരിക്കയുടെ കൈവശത്തിലേക്കോ മറ്റേതോ രാജ്യത്തിലേക്കോ കൊടുക്കുന്നതിന് തങ്ങൾക്ക് യോജിപ്പുമില്ല. അത് സമാധാന ആവശ്യത്തിന് വേണ്ടി മാത്രമേ തങ്ങൾ ഉപയോഗിക്കൂ എന്ന് ഞങ്ങളത് ആവർത്തിക്കുന്നു. അത് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലാത്തതിനാൽ, ഇസ്രായേൽ വിശ്വാസമില്ലാത്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. രാജ്യത്ത് ഫെഡറൽ സംവിധാന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം എങ്ങനെയൊക്കെ നിലനിൽക്കണം, അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് വ്യവസ്ഥാപിതമായിരിക്കുന്ന നിയമസംഹിതയുണ്ട്. അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ ഹോർമുസ് കടൽ എന്ന് പറയുന്ന ഭാഗത്തിലൂടെ കപ്പൽ പോകുന്ന സമയത്ത് ചുങ്കം വാങ്ങുക എന്നുള്ളത് ഇന്ന് രാജ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ സർവ്വ മേഖലയും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തകർത്തെറിഞ്ഞിരിക്കുന്നു. പുനർനിർമ്മിക്കാൻ വേണമെങ്കിൽ പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഞങ്ങൾക്കില്ല. മാത്രവുമല്ല, തങ്ങൾക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകണം എന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്തു. ഈ കാര്യത്തിലൊക്കെ ഒരു സ്വരൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് പോയത്. നാളെ വളരെ നിർണായകമായിരിക്കുന്ന ചർച്ച ആരംഭിക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഈ ചർച്ചയോടനുബന്ധിച്ച് ആദ്യഘട്ടം അമേരിക്കയുമായിട്ടുള്ള ചർച്ചയല്ല പറഞ്ഞത് പാകിസ്ഥാൻ, അതായത് മധ്യസ്ഥർ, അതിൽ തുർക്കിയുണ്ട്, ഈജിപ്തുണ്ട്, പാകിസ്ഥാനുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ നിലപാടുകളൊക്കെ തുറന്നു പറയുകയും ആ നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്നുള്ളത് അമേരിക്കക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാനുള്ള ചർച്ചയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ തങ്ങൾക്ക് നഷ്ടപരിഹാരം തരുന്ന സംവിധാനത്തോടു കൂടിയാണെങ്കിൽ ഈ ചർച്ചയിൽ തങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാൻ താല്പര്യമുണ്ട്. അത് നിരന്തരം പാകിസ്ഥാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇറാനുമായി ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യതയോടുകൂടി ചർച്ച ചെയ്യുകയും ഇറാൻ്റെ നിലപാട് പാകിസ്ഥാനോട് പറയും, പാകിസ്ഥാൻ നിലപാട് അമേരിക്കയോട് പറയും. അമേരിക്ക ഏറെക്കുറെ വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ അഭിപ്രായപ്പെടുകയും ചെയ്തു. നമുക്ക് സംസാരിക്കാം, മാന്യമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപ് ഇതിനിടെ പറഞ്ഞിരുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇനി ഇറാൻ്റെ കൈവശത്തിലുള്ളൂ, അത് കൃത്യതയോട് കൂടിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ കഠിനമായിരിക്കുന്ന യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. ഇറാൻ അത് പറഞ്ഞിരിക്കുന്ന മറുപടി, ഈ കഠിനമായിരിക്കുന്ന യുദ്ധമല്ലേ കഴിഞ്ഞ 50 ദിവസമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനേക്കാളൊരു കാഠിന്യം നിങ്ങൾക്ക് കൂടാനില്ല. നിങ്ങൾ കാഠിന്യം കൂട്ടുമ്പോൾ
പകരം അതിന് സമാന്തരമായ രീതിയിൽ ഞങ്ങൾ കാഠിന്യം കൂട്ടും. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് കെൽപ്പുണ്ടോ നിങ്ങളുടെ സൈനിക സംവിധാനത്തിൽ എന്നൊരു ചോദ്യം അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലാണ് ഇതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ അത് രൂപത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൈവശത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇറാൻ്റെ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ തത്തുല്യരായിരിക്കുന്ന രണ്ട് സൈനിക ശക്തികൾ ഏറ്റുമുട്ടുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. മുൻപൊന്നും ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു മൂന്നാം ലോക രാജ്യത്തെ മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ട് എല്ലാ ദിവസവും പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ഇറാൻ ഒരു യുദ്ധത്തിൽ തോറ്റു എന്ന് പറയാൻ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. അത്രയും വലിയ സൈനിക ശക്തിയുള്ള രാജ്യത്തോട് ഇപ്പോൾ ഇത്രയും കാലം പിടിച്ചു നിന്നല്ലോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. അമേരിക്ക നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 2 വർഷമായി യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ ഗസയോട് ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നത്. ഏതായിരുന്നാലും ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം ഏറെക്കുറെ ഒരു രൂപത്തിലും പരിഹാരത്തിലും എത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു.